നമസ്കാരം. ബി ജെ പിയിലേക്ക് ജനപ്രവാഹം, ബി ജെ പിയിലേക്ക് ജനങ്ങൾ ഒഴുകിയെത്തുന്നു, അണികൾ ഒഴുകിയെത്തുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ടല്ലോ. കാരണം അതുമാത്രമല്ല, പലരും പല മേഖലകളിൽ നിന്നുള്ളവർ ബി ജെ പിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. നടൻ ദേവൻ ബി ജെ പിയോടൊപ്പം ചേർന്നു. അദ്ദേഹം സംസ്ഥാന വൈസ് പ്രസിഡന്റ് പദവിയിലേക്ക് എത്തി. അതിന് പിറകെയായിട്ട് മേജർ രവി, നമ്മൾ കണ്ടതാണ്, കഴിഞ്ഞ ദിവസം മേജർ രവിയും എത്തിയിരുന്നു. ഇവരൊക്കെ ചലച്ചിത്ര താരങ്ങളാണ്, ചലച്ചിത്ര നിർമ്മാതാക്കളായിട്ടുള്ള കൂടാതെ സംവിധായകരാണ്. ഇപ്പോൾ ചലച്ചിത്ര നിർമ്മാതാവായിട്ടുള്ള ജി സുരേഷ് കുമാർ കൂടി എത്തിയിരിക്കുന്നു ബി ജെ പിയിൽ. അദ്ദേഹത്തെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ്. വളരെ കാലം മുതലേ ഈ ബി ജെ പിയോടും സംഘപരിവാർ രാഷ്ട്രീയത്തോടുമൊക്കെ വളരെ വലിയ അനുഭാവം പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ് ഈ ജി സുരേഷ് കുമാർ എന്ന് പറയപ്പെടുന്ന. പല സിനിമകൾ നിർമ്മാണം ചെയ്തിട്ടുള്ള ആളാണ്. എന്നാൽ പാർട്ടി പദവിയിലേക്ക് ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇദ്ദേഹം എത്തപ്പെടുന്നത് എന്നുള്ളതാണ്. മുൻകാല നടിയായിട്ടുള്ള മേനകയാണ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നും എല്ലാവർക്കും അറിയാവുന്നതാണ്. കഴിഞ്ഞ വർഷം ഈ സംവിധായകരായിട്ടുള്ള രാമസിംഹൻ അബൂബക്കർ, കൂടാതെ രാജസേനൻ, ഒപ്പം നടൻ ഭീമൻ രഘു എന്നിവരൊക്കെ ബി ജെ പി വിട്ടുപോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ തിരിച്ചടി തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയുകയും ചെയ്യാം. പക്ഷേ 2014 ശേഷം ഈ സംസ്ഥാന ബി ജെ പി നേതൃത്വം എന്ന് പറയപ്പെടുന്നത് സെലിബ്രിറ്റികളെ ആകർഷിക്കുവാൻ നോക്കിയിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതിൻ്റെ ഭാഗമായിട്ടാണ് പലപ്പോഴും ഈ മൂവരും ബി ജെ പിയിൽ എത്തിച്ചേർന്നത്. എന്നാൽ ഇപ്പോൾ ഈ സംസ്ഥാന നേതൃത്വത്തോട് പലപ്പോഴും പിണങ്ങിക്കൊണ്ട് ഈ മൂവരും പാർട്ടി വിടുകയായിരുന്നു. രാജസേനാണെങ്കിലും ഭീമൻ രഘു ആണെങ്കിലും രാമസിംഹനാണെങ്കിലും ഒക്കെ. അതിനിടെയാണ് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ സംവിധായകനായിട്ടുള്ള മേജർ രവി, അദ്ദേഹം ബി ജെ പിയിലേക്ക് എത്തുന്നു. നടൻ ദേവൻ ബി ജെ പിയിലേക്ക് എത്തിച്ചേരുന്നു. കൂടാതെ ഇരുവരെയും ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ പദവിയിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് പാർട്ടി എന്ന് പറയപ്പെടുന്നത്. ഇതിനൊക്കെ പുറമെയാണ് ഇപ്പോൾ ജി സുരേഷ് കുമാർ കൂടി ബി ജെ പിയിലേക്ക് എത്തപ്പെടുന്നത്. മാത്രമല്ല, ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ഇങ്ങനെ ബി ജെ പിയിലേക്ക് ഒഴുകിയെത്തുകയാണ് ആൾക്കാരെന്ന് പറയപ്പെടേണ്ടി വരും. അത്തരത്തിൽ അണികളുടെ ഒരു വലിയ സംഗമഭൂമിയായി ബി ജെ പി മാറുന്നു. ഇവിടെ ദേവനാണെങ്കിൽ അദ്ദേഹത്തിനൊരു പാർട്ടി ഉണ്ടായിരുന്നു. ആ പാർട്ടിയെ മാറ്റി കേരള പീപ്പിൾസ് പാർട്ടി എന്ന് പറയപ്പെടുന്ന പാർട്ടി ഉണ്ടായിരുന്നു. ആ പാർട്ടിയിൽ നിന്നാണ് സ്വന്തം പാർട്ടി ഇപ്പോൾ ലയിപ്പിച്ചിരിക്കുകയാണ് ദേവൻ ബി ജെ പിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അങ്ങനെ ദേവൻ തൻ്റെ പാർട്ടി മാറ്റിവെച്ചുകൊണ്ട് ബി ജെ പിയിലേക്ക് എത്തപ്പെടുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷായാണ് ദേവനെ ഇവിടെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തതും അംഗത്വം നൽകിയതും. ഒപ്പം തന്നെ അദ്ദേഹത്തെ ഇപ്പോൾ ഇവിടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായിട്ട് മാറ്റിയിരിക്കുന്നതും. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തന്നെയാണ് ഇത്തരത്തിൽ സ്വാധീനം, മാത്രമല്ല അവരുടെ ശക്തി അത് തെളിയിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ പ്രമുഖരെ ബി ജെ പിയിലേക്ക് എത്തിക്കുവാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ബി ജെ പിയുടെ പാളയത്തിലേക്ക് ഇപ്പോൾ ജനം ഒഴുകിയെത്തുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ ഏറ്റവും വലുതായി വരുന്നത്. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം തൃശ്ശൂരിലെത്തിയിരുന്നല്ലോ, 3-ാം തീയതി തൃശ്ശൂരിലെത്തിയിരുന്നു. അന്ന് നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ കൈകാര്യം ചെയ്തപ്പോഴൊക്കെ നരേന്ദ്രമോദിയോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന തരത്തിൽ ദക്ഷിണേന്ത്യയിലേക്ക് നോക്കുമ്പോൾ കേരളത്തിൽ താമര വിരിയുവാനുള്ള സാധ്യത വളരെ കുറവായിരുന്നൊരു സാഹചര്യമായിരുന്നു. പക്ഷേ അതിനെ മറികടക്കുന്ന തരത്തിലുള്ള ഒരു വലിയ സ്വീകരണമാണ് തൃശ്ശൂരിൽ തേക്കിൻകാട് മൈതാനത്ത് നരേന്ദ്രമോദിക്ക് ലഭിച്ചത്. അതൊരു വലിയ ശുഭസൂചനയാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് മിനിമം ഗ്യാരണ്ടി എന്ന് പറയപ്പെടുന്ന പോലെ മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയപ്പെടുന്നത്. മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയപ്പെടുന്ന ഇവിടുത്തെ സാധാരണക്കാരായ കൃഷിക്കാർക്കും സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങൾക്കും തൊഴിലില്ലാത്തവർക്കും തൊഴിൽ നൽകുന്നതടക്കമുള്ള കാര്യങ്ങളിൽ വളരെ കണിശമായ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകുമെന്ന് പറയുന്ന വാക്ക് അത് കൃത്യമായി പാലിക്കുമെന്ന് പറയുന്നത് കൊണ്ടാണ് മോദി പറയുന്നത് മോദിയുടെ ഗ്യാരണ്ടി എന്ന്. അത് കേരളത്തിലെ ജനങ്ങൾക്കും നൽകും. കേരളത്തിലെ ജനങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു അത്തരത്തിലുള്ള സാഹചര്യം. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ വടക്കേ ഇന്ത്യയിൽ മാത്രം ദർശിച്ചിരുന്ന ബി ജെ പിയുടെ ഒരു കടന്നുകയറ്റം, അഭൂതപൂർവമായിട്ടുള്ളൊരു വിജയം, വിജയക്കൊടി പാറിച്ചുകൊണ്ടുള്ളൊരു യാത്ര നമ്മൾ കാണാൻ കഴിഞ്ഞത് അങ്ങ് വടക്കേ ഇന്ത്യയിലായിരുന്നുവെങ്കിൽ ഇവിടെ തിരിഞ്ഞു നോക്കുമ്പോൾ ആന്ധ്രയിലും കർണാടകയിലും തമിഴ്നാട്ടിലും കേരളത്തിലും വെന്നിക്കൊടി പാറിക്കാൻ കഴിയാതെ കാവിക്കൊടി ചുരുങ്ങിപ്പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിനെയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് തൃശ്ശൂരിൻ്റെ മണ്ണിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടന്നകന്നപ്പോൾ അതിലൂടെ ലഭിച്ചിരിക്കുന്നത് ഇവിടുത്തെ അമ്മമാരുടെയും സഹോദരിമാരുടെയും വലിയ പിന്തുണയാണ്. അവർ സ്വാഗതമരുളിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മാത്രമല്ല
ഒപ്പം BJP എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തെ കൂടിയാണ് എന്ന് ഇവരുടെ ഈ സ്വാഗതത്തിലൂടെ അവർ നൽകുന്ന സൂചന. കാരണം ലക്ഷക്കണക്കിന് വരുന്ന വനിതകൾ പങ്കെടുത്ത വനിതാ സംഗമത്തിലേക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയത്. വനിതാ ബിൽ പാസാക്കിയതിനു ശേഷം ആ വനിതകൾ നേരിട്ട് പ്രധാനമന്ത്രിയെ കണ്ട് നന്ദി അറിയിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയായിരുന്നു വനിതാ സംഗമം സംഘടിപ്പിച്ചതും അതിലേക്ക് പ്രധാനമന്ത്രിയെ ക്ഷണിച്ചതും അദ്ദേഹം നടന്നു വന്നതും. അദ്ദേഹം എത്തിയതിനു ശേഷം കേരളത്തിലുണ്ടായ ഒരു തിരയിളക്കമുണ്ടായിരുന്നു, ആവേശമുണ്ടായിരുന്നു. അത് വളരെ കൃത്യമായി മനസ്സിലാക്കുവാൻ തൃശ്ശൂരിലെ ജനങ്ങൾക്കും ഒപ്പം തന്നെ കേരളത്തിലെ ജനങ്ങൾക്കും സാധ്യമായിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് സകലമാന പേരും, അത് പല മേഖലകളിലുള്ളവരും ഇപ്പോൾ BJPയിലേക്ക് എത്തപ്പെടുന്നത്. നാളെ BJP എന്ന് പറയപ്പെടുന്നത് ഈ ദക്ഷിണേന്ത്യയിൽ കൂടി എത്തിച്ചേരുകയും വടക്കേ ഇന്ത്യയും തെക്കേ ഇന്ത്യയും പൂർണ്ണമായും കാവ്യവൽക്കരിക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോവുകയും ചെയ്യുമെന്നുള്ളത് വെറും സ്വപ്നം മാത്രമല്ല, അത് യാഥാർത്ഥ്യമാണ് എന്ന് പറയുന്നതാണ് മോദി പറയുന്ന ഗ്യാരണ്ടി, മോദിയുടെ ഗ്യാരണ്ടി. ആ മോദിയുടെ ഗ്യാരണ്ടിയിലേക്ക് എത്തപ്പെടുമ്പോൾ ഇവിടെ ഇന്നുള്ള പല രാഷ്ട്രീയ കക്ഷികളും പ്രസ്ഥാനങ്ങളും ചിലപ്പോൾ നിലവിൽ വരുന്ന 10 വർഷത്തിനുള്ളിൽ ഉണ്ടാകില്ല എന്നുകൂടി പറയാം. കോൺഗ്രസ് അടക്കം CPM അടക്കമുള്ള പാർട്ടികൾ ഈ പ്രസ്ഥാനം തന്നെ ചിലപ്പോൾ ഈ മണ്ണിലുണ്ടാകില്ല. അത്തരത്തിലൊരു സ്ഥിതിവിശേഷത്തിലേക്കാകും കഴിഞ്ഞ 10 വർഷത്തിന് ശേഷം സംഭവിക്കാൻ പോകുന്നത് എന്നുകൂടി പറയേണ്ടി വരുന്നു. കാരണം അതാണ് മോദി നൽകുന്ന ഗ്യാരണ്ടി. BJP മുന്നോട്ട് വെച്ച കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്നത് പോലെ തന്നെ ഏറ്റവും അവസാനം കാണുന്ന കേരളത്തിൽ ഇന്നുള്ള ഈ ചെങ്കൊടി കൂടി അവസാനിക്കാൻ പോകുന്നു. ഈ ചെങ്കൊടി കൂടി അവസാനിക്കുന്നതോടുകൂടി കേരളം മുതൽ തമിഴ്നാടും കർണാടകയും ആന്ധ്രാപ്രദേശും അടക്കമുള്ള ദക്ഷിണേന്ത്യയിൽ കാവ്യവൽക്കരിക്കപ്പെടും. ഒപ്പം തന്നെ BJPയുടെ തേരോട്ടം നടക്കുകയും ചെയ്യും. അതിൻ്റെ സൂചനകളാണ് തൃശ്ശൂരിലെത്തിയ പ്രധാനമന്ത്രി നൽകിയത്. അതുതന്നെയാണ് പ്രധാനമന്ത്രി പറയുന്ന മോദിയുടെ ഗ്യാരണ്ടി.